ഹലോ മക്കളെ, ഞാൻ ജഗത ജിതുപത്മം. നമ്മളിന്ന് അയ്യത്ത് പോവുകയാണ് ഒരു കൊല വെട്ടാനേ. കൊല വെട്ടിക്കൊണ്ട് വന്നിട്ട് കൊല വെട്ടാൻ പോവുകയാണ്. കൊല വെട്ടാൻ പോകുന്ന പോക്കാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ പിറകെ എൻ്റെ ക്യാമറ വുമണും ഉണ്ട്. കൊല പിടിച്ച് ചാച്ചപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കൊല കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അതങ്ങ് പോയി. അപ്പോൾ ഈ കൊല വെട്ടിയെടുത്തു. കൊല നല്ല ഉപ്പുരം കുറ. അത് കഴിഞ്ഞിട്ട് ആ വാഴയുടെ പിണ്ടി എടുത്ത് വെട്ടി അതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കളഞ്ഞ് പിണ്ടി എടുത്തു. എന്നിട്ട് ആ പിണ്ടി അടുക്കളയിൽ കൊണ്ടുവന്ന് പിണ്ടി അരിയുവാണ്. നമുക്ക് പിണ്ടി അരിയുന്നത് എങ്ങനെയാണെന്ന് വട്ടത്തിന് ഇങ്ങനെ അരിഞ്ഞു. അതിൻ്റെ നൂലെല്ലാം കൈവരൽ ചുറ്റി കൊത്തായിട്ട് അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപ്പെടുത്ത് പാത്രത്തിലിട്ടു. അത് കഴുകി കഴിഞ്ഞു. അതും പിണ്ടിയും കൂടെ പിണ്ടി അരിഞ്ഞ് വെച്ചത് പരിപ്പ്, പിണ്ടി അരിഞ്ഞ് വെച്ചത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു കറക്കണം. മിക്സിയിലിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലോട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ടതുണ്ടോ? മഞ്ഞപ്പൊടി ഇട്ടു മിക്സിയിലിട്ട് അരച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ആ പിണ്ടി ഇട്ടു. അത് കഴിഞ്ഞ് പരിപ്പിട്ടു. കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, ഇച്ചിരി മുളക് പൊടി ഇട്ടു, ഇച്ചിരി ഉപ്പിട്ടു. എന്നിട്ട് കുക്കർ അടിച്ച് അടുപ്പത്തോട്ട് വെച്ചു. ഗ്യാസ് കത്തിക്കുന്നുണ്ട് വെച്ചു. 3 വിസിൽ പോയി. 3 വിസിൽ പോയി കഴിയുമ്പോൾ കുക്കർ എടുത്ത് താഴെ വെച്ചു. കുക്കർ തുറന്ന് നല്ലോണം അതിലേക്ക് അരപ്പിട്ട് തിളപ്പിക്കണം. അരപ്പിട്ട് അടുപ്പത്തോട്ട് വെച്ചു. ഇച്ചിരി വെള്ളം ഒഴിച്ചു. അരപ്പ് വിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അത് അടുപ്പത്തോട്ട് വെച്ചു. ഉപ്പ് നോക്കിയപ്പം നല്ല കറക്റ്റ് ഉപ്പ്, നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. എന്നിട്ട് അത് താത്ത് വെച്ചിട്ട് ചീഞ്ചട്ടിയിട്ട് അടുപ്പത്ത് വെച്ച് അതെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് മുളകും കറിവേപ്പിലയും കടുവും ചുവന്നുള്ളിയും